ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിനെ വെട്ടിലാക്കി നിർണായക റിപ്പോർട്ട്. ഡയാലിസിസിന് പിന്നാലെ മരിച്ച 2 പേർക്കും അണുബാധയുണ്ടായെന്നാണ് സ്ഥിരീകരണം. ആരോഗ്യ ഡയറക്ടർക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രാഥമിക റിപ്പോർട്ട് നൽകി. അണുബാധയ്ക്കൊപ്പം രക്തസമ്മർദ്ദം അപകടകരമായി താഴ്ന്നതാണ് ഇരുവരുടെയും മരണത്തിന് കാരണമായതെന്നും റിപ്പോർട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ്. സ്വാഭാവികമായും വലിയ ആരോപണങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു റിപ്പോർട്ട്. എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ? ഹർഷൻ, കഴിഞ്ഞ 29-നാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിൽ വെച്ച് ഡയാലിസിന് വിധേയരായിട്ടുള്ള 6 രോഗികൾക്ക് വിറയലും ഛർദിലും അതോടൊപ്പം തന്നെ വയറിളക്കവും ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമായിരുന്നു. അതിൽ 2 പേരാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്, അബ്ദുൾ മജീദും രാമചന്ദ്രനും. ഇവർ 2 പേരുടെയും മരണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഹരിപ്പാടും കേരളത്തിൽ ഒന്നാകെ ആരോഗ്യവകുപ്പിനെതിരെ ഉയരുന്നു. തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ ആരോഗ്യവകുപ്പ് ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. ഇതിൽ 2 ഡെപ്യൂട്ടി DMOമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആദ്യം മുതലേ തന്നെ ഇതിലൊരു പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഇവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ആരോഗ്യ ഡയറക്ടർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ അണുബാധ ഉണ്ടായിട്ടുണ്ട്, ഡയാലിസിന്റെ ഭാഗമായിട്ട് അണുബാധ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അണുബാധ എങ്ങനെ വന്നു, അത് വെള്ളത്തിൽ നിന്നാണോ അതല്ല ഡയാലിസിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഈ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞത് യാതൊരു തരത്തിലുള്ള അണുബാധയും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ വെള്ളമും ഉപകരണങ്ങളും എല്ലാം അണുവിമുക്തമാണ് എന്നൊരു വാദം അദ്ദേഹം പ്രാഥമികമായി പറഞ്ഞിരുന്നു. ഏതായാലും ആ ഒരു വാദം ഇപ്പോൾ പൊളിയുകയാണെന്ന് വ്യക്തമായി തന്നെ പറയാം. അതോടൊപ്പം തന്നെ ആരോഗ്യ ഡയറക്ടർ ഇതിന് സമാന്തരമായിട്ട് വിദഗ്ധ സംഘത്തെ കൂടി, അതായത് ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധ സംഘത്തെ കൂടി ഈ ഒരു കാര്യത്തിൽ പഠനം നടത്തുവാൻ വേണ്ടി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ അന്വേഷണം നടക്കുകയാണ്. ഇന്നലെ അവർ ആശുപത്രിയിൽ എത്തിയിരുന്നു, പരിശോധനകൾ നടത്തിയിരുന്നു, വെള്ളത്തിൻ്റെ അടക്കം സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ മരിച്ച രാമചന്ദ്രൻ്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു, ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ വന്ന ഒരു സീനിയർ ഡോക്ടർ ആ ഡയാലിസിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആളുകളോട് ശകാരിക്കുന്ന രീതിയിൽ പറയുന്നത് താങ്കൾ കേട്ടതാണ്. വെള്ളം അങ്ങേയറ്റം വൃത്തിഹീനമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡയാലിസിസ് ചെയ്യുന്ന മുറിയിൽ വൃത്തിയില്ല എന്നെല്ലാമുള്ള ആരോപണങ്ങൾ ഈ കുടുംബവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചിരുന്നു. ഹർഷൻ, റൈറ്റ്. അമൽ ആണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ തുടർ നടപടികൾ എന്താകുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.